ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉപമുഖ്യമന്ത്രി എന്നതൊരു അസാധാരണ കാര്യമല്ല. മുന്നണി സമവാക്യങ്ങൾക്കൊപ്പം പാർട്ടിയിലെ പ്രബല ഗ്രൂപ്പുകളെയും വ്യക്തികളെയും ഒക്കെ ആശ്രയിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ചില സംസ്ഥാനങ്ങളിലെങ്കിലും നാം അത് കാണുന്നുണ്ട്. കേരളത്തിനുമുണ്ടായിരുന്നു ഉപമുഖ്യമന്ത്രിമാർ. ഇതുവരെ 3 പേരാണ് ഉപമുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളത്. ആർ ശങ്കർ, CH മുഹമ്മദ് കോയ, കെ ഔക്കാദർ കുട്ടി നഹ എന്നിവരാണ് കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്നവർ. ശങ്കർ കോൺഗ്രസ് നേതാവും CHും ഔക്കാദർ കുട്ടിയും ലീഗ് നേതാക്കളുമായിരുന്നു. ഇവരിൽ ശങ്കറും CHും മുഖ്യമന്ത്രി സ്ഥാനവും വഹിച്ചവരാണ്. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ശങ്കറാണ്. 1960-62 പട്ടം താണുള്ള മന്ത്രിസഭയിലായിരുന്നു ശങ്കർ ഉപമുഖ്യമന്ത്രിയായത്. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. പിന്നാക്ക സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തിയും ശങ്കർ തന്നെ. മാത്രമല്ല, അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ മുഖ്യമന്ത്രിയും ശങ്കറാണ്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ ശേഷമാണ് ഉപമുഖ്യമന്ത്രിയായത്. 1981 മുതൽ 83 വരെ കെ കരുണാകരൻ മന്ത്രിസഭകളിൽ 2 തവണ ഉപമുഖ്യമന്ത്രിയായി. തുടർച്ചയായി 6 മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയും മുഖ്യമന്ത്രിയായ ശേഷം മന്ത്രിയായ വ്യക്തിയും CH ആണ്. ഉപമുഖ്യമന്ത്രിയായിരിക്കെയാണ് 1983 CH വിട പറയുന്നത്. 1 മുതൽ 7 വരെ നിയമസഭകളിൽ തിരൂരങ്ങാടിയെ പ്രതിനിധീകരിച്ച ലീഗ് നേതാവാണ് കെ ഔക്കാദർ കുട്ടി. കരുണാകരൻ മന്ത്രിസഭയിൽ CHന് പിന്നാലെയാണ് ഔക്കാദർ കുട്ടി ഉപമുഖ്യമന്ത്രിയാകുന്നത്. 1987 വരെ അദ്ദേഹം പദവിയിൽ തുടർന്നു. വിവിധ കാലങ്ങളിലായി പഞ്ചായത്ത്, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യം, തദ്ദേശ സ്വയംഭരണ എന്നിങ്ങനെ വകുപ്പുകളുടെ മന്ത്രിയുമായിരുന്നു ഔക്കാദർ കുട്ടി.